യുദ്ധകാലത്തെത്തിയ തീർത്ഥാടകരെ വളരെ കൗതുകത്തോടെയാണ് അവിടെയുള്ള ഇമിഗ്രേഷൻ ഓഫീസർ ഇപ്പം ആർക്കൊന്നൊരു പണിയില്ലേ, യുദ്ധത്തിന്റെ സമയത്ത് എന്തിനാടെ ഇങ്ങോട്ടൊക്കെ വന്നെന്നുള്ളൊരു ചോദ്യമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ഇതൊക്കെ മുഖഭാവം അങ്ങനെയാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള റൂമിന്റെ ബാൽക്കണിയിൽ ഒരാൾ ഞങ്ങളെ നോക്കുമ്പോൾ തോക്ക് പിടിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ ഞങ്ങളെ നോക്കുകയാണ്. ഞാനും അത്ഭുതപ്പെട്ട ഈ ഹോട്ടലിൽ എന്താ കാര്യം, രാത്രിയിൽ സൈറൻ മുഴങ്ങുകയാണ്. എന്താണ് ഈ ഹോട്ടലിൽ സൈറൻ മുഴങ്ങുന്നത്? അപ്പോൾ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞ് റിസപ്ഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനൊരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ബങ്കറുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അങ്ങനെ ഈ ശാബത്ത് ദിവസം നമ്മൾ കേൾക്കുകയാണ്, മേ ബി ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് അറ്റാക്കിംഗ് ഇസ്രായേൽ. അങ്ങനെയാണെങ്കിൽ അത്ര സേഫ് അല്ല, കാരണം ഇവർ തിരിച്ചടിക്കത്തില്ല, ഈ മിസൈലുകളെല്ലാം ഇങ്ങോട്ടേക്ക് വരും, പ്രശ്നമാവും. ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ യമൻ യുദ്ധം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഇനി ഒരു യുദ്ധവും റിപ്പോർട്ട് ചെയ്യാൻ അവസരം വരരുത്, അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യമുള്ള സ്ഥലത്തേക്ക് പോകാൻ ഇടവരരുതെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഈ കഴിഞ്ഞ 2024 ഡിസംബറിൽ എനിക്ക് ഇസ്രായേലിലേക്ക്, പ്രത്യേകിച്ച് ഇസ്രായേലിൽ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ലഭിച്ചു. അതൊരു ഭാഗ്യയാത്രയായിരുന്നു. കാരണം ഒരു ഗ്രൂപ്പിൽ കുറച്ചധികം ആൾക്കാർ കുറവ് വന്നു. പ്രത്യേകിച്ച് യുദ്ധമായതുകൊണ്ട് തന്നെ ആളുകൾ ഭയന്നു, പോകാൻ പേടി. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് പോകാൻ ഒരാളെന്നെ ക്ഷണിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു. ഞാൻ എന്ത് ധൈര്യക്കുറവ്, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടിന് പറഞ്ഞു, ഇത്തവണ യുദ്ധ സമയത്തല്ലേ പോകുന്നത്, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ അഭിഭാഷകരുമായിട്ടുള്ള റോസും കൂടെ ചേർന്നു. അങ്ങനെ സ്ലീബാച്ചിനോടൊപ്പമാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തോടൊപ്പമാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. പോകുമ്പോഴൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു, യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്, എങ്ങനെയാകും അവിടെ ചെന്നുള്ള അവസ്ഥ. അപ്പോൾ മലയാളത്തിലുള്ള മാധ്യമങ്ങളടക്കം എല്ലാ ദിവസവും ചർച്ചയാക്കുന്ന ഒരു വിഷയമായിരുന്നു ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ പണ്ടൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇസ്രായേലിലേക്ക് പോകാൻ സ്റ്റാമ്പ് പതിപ്പിക്കില്ല. കാരണം പറഞ്ഞാൽ അതൊരു പേപ്പറിൽ, ഒരു പെർമിറ്റ് കാർഡിൽ പതിപ്പിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിൽ പതിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലടക്കം നമുക്ക് നിരോധനമുണ്ടാകും, നമുക്ക് യാത്രാവിലക്കുണ്ടാവുമെന്ന് കൃത്യമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് അകന്നു നിന്നൊരു സാഹചര്യം UAE അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് സ്ഥിരമായിട്ട് ഇസ്രായേലും UAEയിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 പാസ്പോർട്ടുകൾ അവർ കൈകാര്യം ചെയ്യുന്നു. ഒന്ന് ഇസ്രായേലിലെ യാത്രയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും. അങ്ങനെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇഷ്ടംപോലെ ആളുകൾ യാത്ര ചെയ്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പെർമിറ്റ് കിട്ടും, ഇസ്രായേലിലേക്ക് ഒരു എൻട്രി പെർമിറ്റ്. ആ പെർമിറ്റിൽ മാത്രമാണ് അവർ സ്റ്റാമ്പ് ചെയ്തിരുന്ന, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. ടെൽ-അവീവിൽ നിന്ന് നമുക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് ഇപ്പോൾ വിമാനങ്ങളുണ്ട്, ദുബായിലേക്ക് വിമാനങ്ങളുണ്ട്, സൗദിയിലേക്ക് വിമാനങ്ങളുണ്ട്. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ആ ഒരു നിയന്ത്രണത്തിന്, യാത്രാ നിരോധനത്തിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഉദിക്കുന്നില്ല. പക്ഷെ ആളുകൾ കൂടുതലും ഇസ്രായേൽ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന പോർട്ട് ഓഫ് അറൈവൽ, പോർട്ട് ഓഫ് ഡിപ്പാർച്ചറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോർട്ട് ഓഫ് അറൈവൽ എന്ന് പറയുന്നത് ജോർഡാനിലെ അമ്മാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കാരണം കൂടുതൽ വിമാനങ്ങൾ അവിടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഒരു സ്റ്റാമ്പ് പതിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇമിഗ്രേഷൻ ക്ലിയറൻസിന് ആവശ്യമില്ല. ജോർഡാനിലെ അമ്മാനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബസ് മാർഗം നമുക്ക് ഇസ്രായേലിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഡിപ്പാർച്ചർ എപ്പോഴും ആളുകൾ ചൂസ് ചെയ്യുന്നത് ഐദർ ദേ കം ബാക്ക് ടു അമ്മാൻ, ഒന്നെങ്കിൽ അവർ അമ്മാനിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഈജിപ്തിലേക്ക് പോകും. ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ സിറ്റി ആയിട്ടാണ് എപ്പോഴും ഈ ഇസ്രായേൽ വിശുദ്ധ നാട് തീർത്ഥാടനം എന്ന് പറയുന്നത്. അവർ ജോർദാനിൽ ഇറങ്ങുന്നു, ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകുന്നു, ഇസ്രായേലിലെയും പലസ്തീനിലെയും ജെറുസലേമിലേക്ക് കാഴ്ചകൾ, ബെത്ലഹേമിലേക്ക് കാഴ്ചകൾ കണ്ടതിന് ശേഷം അവർ ഈജിപ്തിലെ കെയ്റോയിലേക്ക് പോകുന്നു. കെയ്റോയിലെ പിരമിഡും കാര്യങ്ങളൊക്കെ കണ്ട് കെയ്റോ എയർപോർട്ടിൽ നിന്നാണ് അവർ തിരിച്ച് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങുക, അല്ലെങ്കിൽ അവർ വന്ന സ്ഥലത്തേക്ക് മടങ്ങുക. അപ്പൊ എന്റെ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ജോർഡാനിലെ അമ്മാനിലേക്ക് വന്നിറങ്ങുന്നത്. അപ്പൊ അന്നത്തെ ആഴ്ചയിലെ ഫ്ലൈറ്റുകളെല്ലാം റീസ്കെഡ്യൂളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പറഞ്ഞാൽ ഈ യുദ്ധം കാരണം രാത്രി കാലത്തുള്ള ഫ്ലൈറ്റുകളെല്ലാം, പ്രത്യേകിച്ച് രാത്രി കാലത്താണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പതിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ മിസൈലുകൾ തൊടുക്കുന്നതും രാത്രി കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി കാലത്തുള്ള വിമാന സർവീസുകളൊക്കെ എമിറേറ്റ്സ് അടക്കമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എയർ അറേബ്യ വിമാനത്തിലാണ് ഞങ്ങൾ ജോർദാനിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ആ ടീം അല്ലാതെ ഒരു മനുഷ്യനെ, വിശാലമായ വിമാനത്താവളമാണ് ജോർദാനിൽ, അമ്മാനിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് എത്ര ബിസി ആയിട്ടുള്ള ഒരു വിമാനത്താവളമാണ്. ആ വിമാനത്താവളത്തിൽ ഒരു ചായക്ക് കുടിക്കാനുള്ള കിയോസ്ക് പോലും തുറന്നിട്ടില്ല. അപ്പോഴാണ് അറിയുന്നത് ഒരുപാട് വിമാന സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുദ്ധകാലത്തെത്തിയ വിനോദസഞ്ചാരികൾ, യുദ്ധകാലത്തെത്തിയ തീർത്ഥാടകരെ വളരെ കൗതുകത്തോടെയാണ് അവിടെയുള്ള ഇമിഗ്രേഷൻ ഓഫീസർ ഇപ്പം ആർക്കൊന്നൊരു പണിയില്ലേ, യുദ്ധത്തിന്റെ സമയത്ത് എന്തിനാടെ ഇങ്ങോട്ടൊക്കെ വന്നെന്നുള്ളൊരു ചോദ്യമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ഇതൊക്കെ മുഖഭാവം അങ്ങനെയായിരുന്നു. പക്ഷേ വന്നിറങ്ങിയപ്പോഴാണ് അവരൊക്കെ സങ്കടം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവരൊക്കെ
പട്ടിണി കിടക്കുകയാണ്. കാരണം യുദ്ധം കാരണം ഒരു ടൂറിസ്റ്റ് ബസ് ഓടിക്കാൻ പറ്റുന്നില്ല, ഒരു ടൂറിസ്റ്റുകൾ വരുന്നില്ല, ഞങ്ങളുടെയൊക്കെ കടകളൊക്കെ വെറുതെ തുറന്നു നോക്കുന്നതല്ലാതെ ആരും വന്ന് വാങ്ങാനില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞങ്ങളെ കൊണ്ടുവന്നു. ഒരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരും ഒരുമിച്ച് പാസ്പോർട്ടൊക്കെ വാങ്ങി അങ്ങനെ അമ്മാനിൽ ഇറങ്ങുന്നു. അമ്മാനിൽ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും രാത്രിയിൽ സൈറൻ മുഴങ്ങുകയാണ്. എന്താണ് ഈ ഹോട്ടലിൽ സൈറൻ മുഴങ്ങുന്നത്? അപ്പോൾ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞ് റിസപ്ഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ലീപാച്ചൻ എല്ലാവരും ഉണ്ട്. സാറും പറഞ്ഞു ഇന്ന് ചിലപ്പോൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനൊരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ബങ്കറുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം ജോർദാന് സപ്പോർട്ടീവാണ്, ഇസ്രായേലിനെതിരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജോർദാനിൻ്റെ ഭാഗത്തു നിന്നും മിസൈലുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആശങ്കകൾ ഇരട്ടിക്കാണ്. അപ്പോൾ ആളുകളൊക്കെ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പഴയ യുദ്ധം റിപ്പോർട്ട് ചെയ്ത വീരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നമ്മളൊക്കെ സേഫാണ്, ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറയാണ്. അങ്ങനെ എന്തോ ഭാഗ്യം നിന്ന് രാത്രി മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റി. പിന്നീട് സൈറൻ കേട്ടില്ല. രാവിലെ അറിയിക്കാം, പോകാൻ പറ്റില്ലെന്നുള്ള രാവിലെ അറിയിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി വന്നേക്കുന്ന ആളുകളുടെ മുമ്പിൽ പലതവണ യാത്ര മാറ്റി വെച്ച ആളുകൾ, അമേരിക്കൻ അടക്കം ഈ യാത്രയ്ക്ക് വേണ്ടി വന്നേക്കുന്ന ആൾക്കാർ, അവരെല്ലാവരുടെ മുഖത്തൊരു ആശങ്കയായി. ഈ യാത്ര നടക്കുമോ, നമ്മൾ വന്ന സമയം ഒരു കെട്ട സമയമായി പോയല്ലോ എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ റോഡ് മാർഗം എങ്ങനെ പോകും, അടുത്തൊരു ചിന്ത. റോഡിലൊക്കെയാണുള്ള അപകടങ്ങളുണ്ടാകും. നമ്മൾ പലപ്പോഴും യുദ്ധ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബസ് പോകുമ്പോൾ ആ ബസ് തടഞ്ഞിടുന്നു, ആക്രമിക്കുന്നു, ഷെല്ലാക്രമണം ഉണ്ടാകുന്നു, റോക്കറ്റ് പതിക്കുന്നു, മിസൈൽ പതിക്കുന്നു, നമ്മുടെയൊക്കെ ജീവൻ അവസാനം കിട്ടുമോ? അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമായി, ഞങ്ങൾ 2 ചെറുപ്പക്കാർ ഞങ്ങളുടെ കൊച്ചേപ്പിനെയും റോച്ചമ്മേനെയും വീട്ടിലാക്കി പ്രായമുള്ള അപ്പനെ അമ്മയെ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ധൈര്യമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കാൻ? ആ പറച്ചിലിൽ അവരിൽ കുറേയധികം ആൾക്കാർ വീണു. വളരെ സന്തോഷത്തോടെ ഞങ്ങളെ നോക്കലായി അവരുടെ പണി. ഞങ്ങൾ അവരെ ലീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ബസ് വന്നപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർമാരൊക്കെ പരിചയപ്പെടുത്തി. യാത്ര പുറപ്പെടുമ്പോഴും നമ്മുടെ ജോർഡാനിലെ ഒരു ഗൈഡുണ്ട്, പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താണ് കാര്യം, എന്താ സംഭവം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സേഫാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, എന്തും സംഭവിക്കാം, അതുകൊണ്ട് ഇപ്പൊന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കണം, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രായമുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ടെൻഷൻ കരുതിയേമേ പോകുന്ന വഴിക്ക് ഒരു പണി നമുക്ക് വരുന്നുണ്ടോ. കാരണം ഇദ്ദേഹം ഒരു ജോർദാൻകാരൻ കൂടിയാണ്, ഗൈഡും അത്ര വലിയ സന്തോഷത്തോടൊന്നുമല്ല സംസാരിക്കുന്നത്. സാധാരണ അവരുടെ എനർജി ഇങ്ങനെ അല്ല എന്ന് സ്ലീപാച്ചനും പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. എങ്കിലും നമ്മൾ ധൈര്യസമേതം നമ്മൾ ഇസ്രായേലിലേക്ക് കടന്നു. ഇസ്രായേലിലെ ചെക്ക് പോസ്റ്റിൽ ചെന്നപ്പോൾ ബാക്കി എല്ലാവരെയും വിട്ടു, എന്നെയും റോസിനെയും മാത്രം അവിടെ തടഞ്ഞു നിർത്തി. കാരണം ഈ യാത്രയിലെ സംഘത്തിലെ ഏറ്റവും ചെറിയ പ്രായമുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ. പ്രത്യേകിച്ച് അറിയാം, ഇസ്രായേലിലേക്ക് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി നേഴ്സുമാരടക്കം, മലയാളി ചെറുപ്പക്കാരടക്കം കെയർ ടേക്കിംഗ് വിസയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇസ്രായേലിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രായം കുറഞ്ഞ ഞങ്ങൾക്ക് 2 പേർക്ക് ഈ ഗ്രൂപ്പിൽ എന്താണ് കാര്യം, ചില ആളുകൾ ഗ്രൂപ്പിലൂടെ വിസ എടുത്ത് വന്ന് ഇസ്രായേൽ തങ്ങി അവിടെ തന്നെ ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാതെ നിൽക്കുന്ന ഒരുപാട് കേസുകൾ നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വേറെ ബോട്ട്സ് ഇതാണ്. അപ്പോൾ സ്ലീപാച്ചൻ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇമിഗ്രേഷൻ ഓഫീസറോട് സംസാരിച്ചു, ഡോണ്ട് വറി, ഇത് അങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്ന ആൾക്കാരല്ല, അവർ 2 പേരും നാട്ടിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്, തിരിച്ചു പോകും, എന്നോടൊപ്പം എൻ്റെ യാത്രയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി, അവർ യാത്ര ആസ്വദിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ചെറുപ്പക്കാരായിട്ടുള്ള ഇസ്രായേലിലെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ബാക്കിയുള്ള എല്ലാ രാജ്യം നോക്കുമ്പോഴും ഇസ്രായേലിലെ പ്രത്യേകിച്ച് തോക്കുധാരികളായിട്ടുള്ള പട്ടാളക്കാരെ നോക്കിയാലും ഇമിഗ്രേഷൻ ഓഫീസറെ നോക്കിയാൽ എല്ലാവരും ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ബോൾഡായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി മനോഹരമായിട്ട് നമ്മളെ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് അടുത്ത ബസ്സിൽ കയറി. അതായത് നമ്മുടെ ബസ് ഒരു സ്ഥലത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ബസ് വേറൊരു ചെക്ക് പോസ്റ്റിലേക്ക് പോകും. ആ ബസ് മുഴുവൻ അവർ ചെക്ക് ചെയ്യും. കാരണം ഇത് മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നേക്കുന്നതാണ്. മൊത്തം ഭയങ്കര ചെക്കിംഗ് ആണ്. അപ്പോൾ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ചെക്കിംഗ് അല്ല, ബോംബുണ്ടോ മറ്റോ എന്തെങ്കിലും ലഹരി വസ്തുക്കളുണ്ടോ, എല്ലാ കാര്യങ്ങളും അവർ പല രീതിയിലുള്ള പല തട്ടുകളിലായിട്ടുള്ള പരിശോധനയാണ്. നമ്മുടെ ബാഗുകളും കൃത്യമായിട്ടെല്ലാം നമ്മളെ നോക്കി പരിശോധിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയെല്ലാം വളരെ സേഫ്, ഒരു ചെറിയ സ്ലിപ്പൊക്കെ തന്ന് നമ്മൾ പോന്നു. നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങും. ഗലീലിയ തടാകവും കടലെന്നൊക്കെ വിളിക്കാവുന്ന അതിൻ്റെ തുടർത്ത് കിങ് സോളമൻ എന്നുള്ള ഹോട്ടലാണ് ഞങ്ങൾ സ്റ്റേ. ഞങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ അച്ഛൻ പറഞ്ഞു ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്, വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഞങ്ങൾ റിസപ്ഷൻ ചെന്നു, എല്ലാവരുടെയും റൂമൊക്കെ തന്നു. ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ മറക്കാനാവാത്തൊരു കാഴ്ച, ഞങ്ങൾ ബാൽക്കണിയുടെ ഡോറിൽ നിന്ന് ഗലീലിയ തടാകം കാണുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള റൂമിൻ്റെ ബാൽക്കണിയിൽ ഒരാൾ ഞങ്ങളെ നോക്കുമ്പോൾ തോക്ക് പിടിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ ഞങ്ങൾ നോക്കുകയാണ്. ഞാനും അത്ഭുതപ്പെട്ട, ഈ ഹോട്ടലിൽ ഇയാൾക്ക് എന്താ കാര്യം? അപ്പോഴാണ് അറിഞ്ഞത് ഇസ്രായേൽ എല്ലാ ഹോട്ടലുകളിലും ആംഡ് ഫോഴ്സിനെ വിന്യസിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ 10 റൂം 15 റൂം എടുക്കുമ്പോൾ അതിൽ റൂം ഒരു പട്ടാളക്കാരൻ്റെതായിരിക്കും. ആ പട്ടാളക്കാരൻ തോക്കുധാരിയായിട്ട് തോക്ക് പിടിച്ച് ഈ കടലിലൂടെ ആരെങ്കിലും കയറി വരുന്നുണ്ടോ, ബോട്ടുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, മിസൈലിന് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വയർലെസ് അടക്കമുള്ള സംവിധാനങ്ങളായിട്ട് അദ്ദേഹം ബാൽക്കണിയിൽ ഇരിക്കുകയാണ്.
അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു ആശങ്കയായി. ഇപ്പം ഞാൻ റോസിനോട് പറഞ്ഞു, എടാ ഇവിടെയൊക്കെ പട്ടാളക്കാരുണ്ട്, പ്രശ്നമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ യാത്രകളൊക്കെ കണ്ടു. പിറ്റേ ദിവസം യാത്രകളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരുമ്പോൾ എൻ്റെ ലിഫ്റ്റിൽ തോക്കുധാരിയായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ എൻ്റെ കൂടൊപ്പം സിവിൽ ഡ്രസ്സിൽ എന്നോടൊപ്പം യാത്രയാണ്. തോക്ക് മാത്രം അദ്ദേഹത്തിനേ ഉള്ളൂ. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ സേഫാണ്. വി ആർ സേഫ്, നിങ്ങൾക്ക് ഒരു അപകടം വരാത്ത രീതിയിൽ സേഫ് ആക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലുണ്ട്. ഇസ്രായേൽ ഈസ് ഇസ്രായേൽ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ തോക്ക് അദ്ദേഹം പിടിച്ചപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിച്ചു. ഒരു വർഷം എല്ലായിടത്തോളം ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അന്നത്തെ രാത്രി കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ ഇസ്രായേൽ കാണാൻ വേണ്ടി യാത്ര പോവുകയാണ്. സാധാരണ ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, മുമ്പ് നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗാവുൽത്ത മല ആയിക്കോട്ടെ, ഖാനായ ആയിക്കോട്ടെ, ജെറുസലേം ആയിക്കോട്ടെ, ഈശോ ജനിച്ച ബത്ലഹേമിലെ തിരുപ്പിറവ് പള്ളി ആയിക്കോട്ടെ, അവിടെ എല്ലാം മണിക്കൂറുകളോളം ക്യൂ നിന്ന് മാത്രമേ ഇതൊക്കെ കാണാൻ അവസരമുള്ളൂ. അപ്പോൾ സാധാരണ ഇസ്രായേലിൽ തിരക്കും ബഹളവും ഒന്നുമില്ലാതെ യുദ്ധത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഒരു സംഘം ഇന്ത്യക്കാർ, കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇസ്രായേൽ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് അവിടെ ടൂറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളെ വന്ന് കാണുന്നു, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്നു. അപ്പം നമ്മൾ ഒരു കടയിൽ ചെന്ന് കയറിയപ്പോഴാണ് അവിടുത്തെ ശരിക്കും സങ്കടം നമ്മൾ അറിഞ്ഞത്. മാസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു കട ഞങ്ങൾ വരുന്നു എന്നറിഞ്ഞ് രാത്രി വന്ന് അവർ ക്ലീൻ ചെയ്ത് അവരുടെ സുവനീഴ്സൊക്കെ പുറത്ത് വെച്ച് എന്തെങ്കിലും ഒന്ന് വാങ്ങണം സാറേ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് $10 വിറ്റിരുന്ന സാധനമൊക്കെ നമുക്ക് $1 $2 തരികയാണ്. കാരണം എന്തെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിയാൽ മതി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റൊട്ടി മേടിക്കണം, ഭക്ഷണം മേടിക്കണം. ഇത് പലസ്തീനിൽ നടക്കുന്ന കാര്യമാണ്. ഞാനൊരു അതിശയോക്തിയും പറയുന്നതല്ല. അവിടെ പോയിട്ടുള്ള ആളുകൾക്കും ഇന്ന് പോകുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈശോ മരിച്ച കാൽവരിയുടെ മലയിലേക്ക് 3 മണിക്കൂർ 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് വേണം കയറാണ്ട്. അത് കയറിയാൽ തന്നെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമ്മളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അത്രത്തോളം തിരക്കുണ്ടായിരുന്ന ആ വീഥികളൊക്കെ വിജനമായി കിടക്കുകയാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ബത്ലഹേമിലെ തിരുപ്പിറവി നടക്കുന്ന സ്ഥലത്ത് ഒരു ഇടുങ്ങിയ സ്ഥലമാണ്, ഒരു വലിയ കത്തീഡ്രൽ പണിതിട്ടുണ്ട്. ആ പള്ളിയുടെ അടിവാരത്തെ പള്ളിയിലാണ് ക്രിസ്തു ജനിച്ച ബത്ലഹേമിലെ തിരുപ്പിറവി പള്ളിയുള്ളത്. ഏതാണ്ട് ഒരു 50 പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ കഴിയുന്ന ആ പള്ളിയിലേക്ക് നമ്മൾ വരുന്നു. ആ മുമ്പ് വന്ന ആൾക്കാർ അനുഭവം പറയുന്നു, വരുന്നു, ജസ്റ്റ് ഒന്ന് തൊട്ടുമുത്തുന്നു, അടുത്ത വാതിലൂടെ പറഞ്ഞു വിടുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറിലേറെ സമയം പ്രാർത്ഥനയോടെയും ഫോട്ടോ എടുത്തും ഒക്കെ സമയം ചെലവഴിച്ചു. ആരും ഞങ്ങളെ പിടിച്ചു വെക്കാനില്ല, സമയം കഴിഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയാനില്ല. കാരണം അവർക്കെല്ലാം വലിയ സന്തോഷം. കാരണം ഒരു ടീം ഇത്രയും പ്രശ്നത്തിനിടയിലും ഞങ്ങളെ കാണാൻ, ഞങ്ങളുടെ ആരാധനകളെ കാണാൻ വരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം, തിരുപ്പിറവി പള്ളി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് 2 പലസ്തീൻ പട്ടാളക്കാരാണ്. അവർ വന്നിട്ട് ഞങ്ങൾക്ക് അവരുടെ ലോക്കൽ എന്തോ ഒരു സ്വീറ്റ് പോലത്തെ ഒരു സാധനം ഞങ്ങൾക്ക് തരികയാണ്. എത്രത്തോളം സ്നേഹം. നമ്മൾ ഈ ഇസ്രായേലും പലസ്തീനും യുദ്ധമുണ്ടെന്ന്, മനുഷ്യർ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടെന്ന് ആ മേഖലയിൽ എത്തുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 വിരുദ്ധ അഭിപ്രായമുള്ള 2 ഭൂപ്രദേശങ്ങളിലെ ആളുകൾ, ഇസ്രായേലുകാരും പലസ്തീൻകാരും എത്ര സ്നേഹത്തോടാണ് അവിടെ പെരുമാറുന്നത് അവിടെ ചെന്നാൽ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെ ഊതിവീർപ്പിച്ച ചില വാർത്തകൾ കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ദൈവമേ, ഇവിടെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പലസ്തീനിലെ പട്ടാളക്കാരാണ് ഞങ്ങൾക്ക് സ്വീറ്റുമായിട്ട് വരുന്നത്. പലസ്തീനിലുള്ള പെൺകുട്ടികൾ വന്ന് ഞങ്ങളുടെ അമ്മമാരോടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ വളരെ സൗഹാർദ്ദപരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നീട് ഞങ്ങൾ പോകുന്ന കാനയിലെ, നമുക്കറിയാം ഈശോയുടെ ആദ്യത്തെ എന്താ പറയുക അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാനായിലെ കല്യാണം വരുന്ന സ്ഥലത്ത് വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി ആ അത്ഭുത പ്രവർത്തനം നടന്ന പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിൽ വൈൻ വിൽക്കുന്നത് ആ പള്ളിയുടെ ചുറ്റുപാടുമുള്ള വൈൻ ഷോപ്പിൽ നിന്നാണ്. കാരണം ഈശോ അത്ഭുത പ്രവർത്തനം നടത്തിയ കാനായിലെ വീഞ്ഞാണ്. ഏതാണ്ട് 30-35ഓളം വൈൻ ഷോപ്പുകളുള്ള സ്ഥലത്ത് ഒരു കട പോലും തുറക്കുന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പുറത്തുള്ള നമ്പറിൽ വിളിക്കുകയാണ്. അപ്പോൾ സിസ്റ്റേഴ്സിനെ വിളിക്കുന്നു, സിസ്റ്റർ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഗേറ്റ് തുറന്നിട്ടില്ല, എന്ത് ചെയ്യണം? അയ്യോ, ഞങ്ങൾക്കിപ്പം സഞ്ചാരികളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അവിടെ ഇല്ലല്ലോ, നിങ്ങളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വരാമെന്ന് ഒരു സിസ്റ്റർ വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആ പള്ളിയുടെ ഗേറ്റ് തുറക്കുന്നു, ഞങ്ങളെ കൊണ്ട് പള്ളിക്കകത്ത് പോകുന്നു, പ്രാർത്ഥന നടത്തുന്നു. തിരിച്ചു പോകുമ്പം ഞങ്ങളവിടെ എത്തിയ വിവരം അറിഞ്ഞ് ഒരു ഷോപ്പുകാരൻ ഓടിപ്പിടിച്ച് വരുന്നു. ഞങ്ങളെ കണ്ട് സംസാരിച്ചു, എൻ്റെ ഷോപ്പ് ഞാൻ തുറക്കാം,
ഒരു അരമണിക്കൂർ സമയം എനിക്ക് തുറക്കാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു. തുറക്കുന്നു, എല്ലാവരും വൈനും കാര്യങ്ങളൊക്കെ മേടിക്കുന്നു. വെറും 35-40 മിനിറ്റ് ആയപ്പോൾ അദ്ദേഹം ഷോപ്പ് അടയ്ക്കുന്നു. കാരണം സൈറൻ വരാൻ സമയമായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് സേഫായിട്ട് പോകണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വലിയ തിരക്കിൻ്റെ സമയത്താണ് പല ആളുകളുടെ സാധനങ്ങൾ മോഷണം പോകുന്നത്. ഒരു തിരക്കുമില്ലാതിരുന്നൊരു സ്ഥലത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മൊബൈൽ പോക്കറ്റിൽ നിന്നും അടിച്ചുകൊണ്ടുപോയി. ആ കാര്യം കൂടെ പറയാം. പലപ്പോഴും യാത്രയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെടലിൻ്റെ അനുഭവം കൂടിയാണ്. ഞങ്ങളിങ്ങനെ ഒരു പള്ളിയിലേക്കുള്ള യാത്രയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഓശാന ഞായറാഴ്ച കർത്താവിനെ കൊണ്ടുവന്ന വീഥികളിലൂടെ ഒരു നടപ്പുണ്ട്. ആ നടപ്പിൽ നടക്കുമ്പോൾ ജെറുസലേമിൻ്റെ ഫോട്ടോയും കാണിച്ചുകൊണ്ട് ഒരു ചേട്ടൻ, ഒരു പ്രായമുള്ള മനുഷ്യൻ, വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരികയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണം, ആളുകളെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ശ്രദ്ധിക്കണം എന്ന് പറയുകയും വിതിൻ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഞങ്ങളെ ഇങ്ങനെ തട്ടി അയാൾ പോകുന്നു. പള്ളിയിൽ ചെന്നപ്പോഴാണ് ഒരു പുള്ളി പറഞ്ഞ, ഇപ്പം എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഫോൺ എവിടെ മിസ്സായി. പുള്ളി പറഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഫോൺ എടുക്കേണ്ടവൻ എടുത്തു, അവൻ ആവശ്യത്തിന് കൊണ്ടുപോയി, ഫോൺ മറന്നേക്കാം. അങ്ങനെ ഒരു അനുഭവം കൂടി ഈ തിരക്ക് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യാത്രയിൽ എപ്പോഴും നമ്മളിപ്പം ഇറ്റലി പോകുമ്പോൾ പറയും പോക്കറ്റ് അടിക്കാതെ സൂക്ഷിക്കണം. നമ്മുടെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്, പിക്ക് പോക്കറ്റ് എന്നൊക്കെ വിളിച്ചു വന്ന്. എല്ലായിടത്തും മോഷണമുണ്ട്. ഏതൊരു സാഹചര്യത്തിലായാലും ഏതൊരു ദാരിദ്ര്യത്തിലായാലും ആളുകൾ അവരുടെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ സുരക്ഷ, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്താണ് ഇസ്രായേലിലെ സാബത്ത് ദിവസം വരുന്നത്. സാബത്ത് ദിവസം എന്ത് സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിൽ വലിയൊരു ബോംബൊന്നും വീണാൽ പോലും അവരെടുക്കത്തില്ല, ഫോൺ ഉപയോഗിക്കത്തില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ മുതൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫോൺ എടുത്തിട്ടാണ് നമ്മൾ സമാധാനിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രായേലിലെ സാബത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പം അന്ന് സംഭവിക്കുന്ന ആ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാബത്ത് ദിവസമാണ് ഞങ്ങൾ ചെല്ലുന്ന ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ വെള്ളിയാഴ്ച. ആ ദിവസം അവർ ഒരു രീതിയിലുള്ള ഒരു പരിപാടിക്കും പോകത്തില്ല, പ്രാർത്ഥന മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. അപ്പം അന്ന് ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കത്തില്ല. കാരണം ആ ശാബത്ത് ദിവസം മരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്ന ആളുകളാണ് ജൂതവംശജർ അല്ലെങ്കിൽ ജൂതന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ഈ ശാബത്ത് ദിവസം നമ്മൾ കേൾക്കുകയാണ്, മേ ബി ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് അറ്റാക്കിംഗ് ഇസ്രായേൽ. അങ്ങനെയാണെങ്കിൽ അത്ര സേഫ് അല്ല. കാരണം ഇവർ തിരിച്ചടിക്കത്തില്ല, ഈ മിസൈലുകളെല്ലാം ഇങ്ങോട്ടേക്ക് വരും, പ്രശ്നമാവും. വലിയ ആശങ്കയുടെ മണിക്കൂറുകളോടെ കടന്നു പോവുകയാണ്. രാത്രി അച്ഛൻ ഞങ്ങളെല്ലാവരും വിളിക്കുന്നു, നമുക്ക് അത്ര സേഫെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ അങ്ങനെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശരിയല്ല, പക്ഷേ ഹോട്ടലിൽ എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ ഹോട്ടലിൽ പ്രത്യേകത്തിലുള്ള എവിടെയാണ് നമുക്ക് അലാറം കടിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല, സ്റ്റെയർ കേസിൻ്റെ ഉള്ളിലേക്ക്, സ്റ്റെയർ റൂമുകളിലേക്ക്. അതായത് ഹോട്ടലുകളിൽ പല ഹോട്ടലുകളിലും ബങ്കറുകളില്ല, അവരൊക്കെ പണ്ട് കാലത്ത് പണിത ഹോട്ടലുകളായതുകൊണ്ട് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ഹോട്ടലിലും ലിഫ്റ്റോടൊപ്പം തന്നെ സ്റ്റെയർ കേസുകൾ ഉണ്ടാവും. അപ്പോൾ സ്റ്റെയർ കേസുകളാണ് ബങ്കർ റൂമുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോട്ടലിൽ ഒരു സൈറൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും തൊട്ടടുത്തുള്ള സ്റ്റെയർ റൂമിൻ്റെ ഡോർ തുറക്കുക, സ്റ്റെയർ റൂമിൻ്റെ പടികളിലേക്ക് ഒതുങ്ങിയിരിക്കുക. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കോൺക്രീറ്റ് പോർഷനുള്ള സ്ഥലം ഈ സ്റ്റെയർ റൂമിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ബോംബ് അറ്റാക്ക് ഉണ്ടായാലും ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായാലും നമ്മുടെ റൂമിന് കേടുപാടുകൾ സംഭവിച്ചാലും സ്റ്റെയർ റൂമുകൾക്ക് സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം അവർ ഹോട്ടലിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു. പിന്നെ ഒരു കാരണവശാലും രാത്രിയിൽ ഹോട്ടലിന് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുമ്പോൾ രാത്രി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഭാഗ്യം കൊണ്ട് അന്നത്തെ ശാപത്തിൽ അറ്റാക്ക് ഉണ്ടായില്ല. അന്ന് രാവിലെ ഒരു സൈറൻ കേട്ടു, നമ്മളെല്ലാവരും ഷടപെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. സ്റ്റെയർ റൂമിലേക്ക് ഓടാനുള്ള സംവിധാനം വന്നപ്പോൾ അതൊരു ഫോൾസ് സൈറൻ ആണെന്നുള്ള രീതിയിൽ നമ്മളെ അറിയിക്കുകയും നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയും ചെയ്തു. എങ്കിലും ആ ആശങ്കയുടെ മണിക്കൂറുകളൊക്കെ ഈജിപ്തിലേക്ക് കടക്കുന്നത് വരെ ഉണ്ടായിരുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. തീർച്ചയായിട്ടും ഇപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ആ ബോർഡർ ചെക്ക് പോസ്റ്റ് കടക്കുന്ന സമയത്ത് ഒരുപാട് പട്ടാള വണ്ടികൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ചില സമയത്ത് എനിക്കിപ്പോഴും നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന അതേ അനുഭവം ഞങ്ങൾക്കും ഉണ്ടായി. ഒരു സമയത്ത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ കോൺവോയ് അടിസ്ഥാനത്തിൽ പട്ടാള വണ്ടികൾ പോവുകയാണെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളെ ഒരു സൈഡിലേക്ക് ഒതുക്കി അവർ സ്റ്റോപ്പ് ചെയ്യും. ഒരു ചെക്ക് പോസ്റ്റ് വെച്ച് പെട്ടെന്ന് താൽക്കാലിക ചെക്ക് പോസ്റ്റ് വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്യും. ഇതേ അനുഭവം ഇസ്രായേലിലും ഉണ്ടായി. നമ്മൾ ഈജിപ്തിലേക്ക് തിരിച്ച് പുറപ്പെടാൻ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയും നമ്മുടെ വണ്ടിയുടെ മുമ്പിലും പിറകിലുമായിട്ട് പട്ടാള വണ്ടികൾ വന്ന് നിർത്തുകയും നമ്മുടെ വണ്ടി ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തുകയും. പിന്നീട് ഞങ്ങൾ കണ്ടത് ഏതാണ്ട് 10-20 മിലിറ്ററി വെഹിക്കിൾസ് ഇങ്ങനെ കോൺവോയ് അടിസ്ഥാനത്തിൽ പോകണം. ഒരു കാരണവശാലും ഫോട്ടോ എടുക്കലെന്ന് പറയുകയും മാത്രമല്ല, ഞങ്ങളുടെ വണ്ടിക്കുള്ളിലേക്ക് ഒരു ഇസ്രായേലി സോൾജിയർ വന്ന് കയറി ഞങ്ങൾ ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നു നോക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്തു. പിന്നെ ആ വണ്ടികളെല്ലാം പോകുന്നവരെ അത്രയും സമയം അദ്ദേഹം ബസ്സിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്, ചില കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ യുദ്ധസമയത്ത് നമ്മളെ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് നമുക്ക് തിരക്കില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റി, തിരക്കില്ലാതെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി, തിരക്കില്ലാതെ വലിയ ഭക്തിയോടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് അനുഭവിച്ച് വരാനും പറ്റി. പക്ഷെ എപ്പോഴും അവർ ചിന്തിക്കുന്നൊരു കാര്യം, അവരും പറഞ്ഞൊരു
ഒരു കാര്യം, യുദ്ധം വേണ്ട, നമ്മളും ആഗ്രഹിക്കുന്ന യുദ്ധം വേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ അതുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം യുദ്ധത്തിന് സമയത്ത് പോലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ രാജ്യം ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പെർമിഷൻ കിട്ടത്തില്ല. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് രാത്രിയിൽ അവിടെ അറ്റാക്ക് കാണുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ വളരെ ദൂരത്ത് ഈ ലൈറ്റ് പോകുന്നതും ഒരു എന്താ പറയുക പൂക്കുറ്റി പോലെ ഇത് പൊട്ടിത്തെറിക്കുന്നത് കാണാം. അത്തരം സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. യാതൊരു അപകടവും കൂടാതെ ഏതാണ്ട് 14 ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് കെയ്റോയിൽ നിന്നും ഞങ്ങളുടെ സംഘം സുരക്ഷിതമായിട്ടെത്തി. അപ്പോൾ യുദ്ധത്തിന് സമയത്ത് പോണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ ഊതിപ്പിടിപ്പിച്ച വാർത്തകൾ ഉണ്ടാകും, ഊതിപ്പിടിച്ച വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. ചില ആളുകൾക്ക് ചിലപ്പോൾ അനുഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും വളരെ അനുഭവം നിറഞ്ഞ ഒരു കാഴ്ചയിലേക്കാണ് അന്നത്തെ യാത്ര ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ കണ്ടുവന്നു എന്നുള്ളത് ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരു യാത്രാനുഭവമായി നിലനിൽക്കുകയാണ്.